എന്ത് അടിപൊളിയല്ലേ. ഓ പൊളി, പറന്ന ഇവർ സൈക്കിളിൽ പോകുന്ന ഇവിടെ. നൈസ് അല്ലേ. ഈവൻ ബർച്ചസ്കാടിൻ്റെ തൊട്ടടുത്ത് വീട് കിട്ടിയിരുന്നെങ്കിലും എനിക്ക് വൈബ് കിട്ടുമായിരുന്നോന്ന് എനിക്ക് അറിയത്തില്ല. ഓ, അവിടെ എവിടെയാണ് നമ്മൾ താമസിക്കുന്നത്. എല്ലാവർക്കും നമസ്കാരം. മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിക്കാൻ പോകുന്നത് ബർച്ചസ്കാടനിൽ ഞാൻ നിന്ന ആ ഒരു സ്റ്റേയും ആ സ്റ്റേയുടെ ചുറ്റുമുള്ള ആ കാഴ്ചകളും ഒക്കെ ആയിരിക്കും. നിങ്ങൾക്ക് ഈ ബാക്കിൽ കാണുന്ന ഈ ഒരു വീട്ടിലാണ് ഞാനിപ്പോൾ സ്റ്റേ ചെയ്യുന്നത്. ഈ വീടിൻ്റെ തന്നെ ഒരു ഫ്രണ്ട് പോർഷനാണിത്. ഇത് കണ്ടോ, ഇവിടെ നമുക്ക് ഈ ഒരു മൗണ്ടൻ വ്യൂ കണ്ടുകൊണ്ട് നമുക്കിവിടെ ചില്ല് ചെയ്യാനുള്ള ആ ഒരു വൈബുണ്ട്. ഞാൻ ബാക്കി കാണിച്ചു തരാം. ഈ വീട്ടിലാണ് ഞാൻ താമസിക്കുന്നത്. നൈസ് അല്ലേ. അങ്ങോട്ടുള്ള വ്യൂ കണ്ടോ, ആ വാലിയും ആ ഒരു അടിപൊളിയായിട്ടുള്ള ആ ഒരു ലാൻഡ്സ്കേപ്പും എല്ലാം നമുക്കിവിടെ കാണാം. ഇവിടെ അതേപോലെ തന്നെ ഒരു ഊഞ്ഞാൽ കൊടുത്തിട്ടുണ്ട്, ഇരിക്കാം. ഊഞ്ഞാലൊക്കെ ആടി റിലാക്സ് ചെയ്ത് പൊള്ളിയായിട്ട് നമുക്കിവിടെ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും. വ്യൂ കണ്ടോ, നൈസ് വ്യൂ അല്ലേ. ഓ, എന്തൊരു ബ്യൂട്ടിയല്ലേ, അങ്ങോട്ട് നോക്കിക്കേ. ആക്ച്വലി ഇതാണ് ഞാനിന്ന് സ്റ്റേ ചെയ്യാൻ പോകുന്ന റൂം. ഒരു അത്യാവശ്യം നല്ല വലിയൊരു മിറർ ഇവിടെ കാണാം. പിന്നെ നല്ലൊരു കബോർഡുണ്ട്. പിന്നെ ഒരു ടി വി എടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു സ്റ്റഡി ടേബിളുണ്ട്. പിന്നെന്താ, അവിടെ ഒരു ലൈറ്റുണ്ട്. നൈസ് ഒരു പടം വെച്ചിട്ടുണ്ട്. ഇവിടെയുമുണ്ട്. പിന്നെ ബെഡ്. പിന്നെ ഈ ലൈറ്റ് എനിക്ക് ഇഷ്ടപ്പെട്ടു, ഇത് കൊള്ളാം. ഇതൊരു നൈസ് ഒരു ആംബിയൻസ്. മൊത്തത്തിലൊരു ഗ്രീൻ ഗ്രേ വൈറ്റ് ആ ഒരു കോംബോയിലാണ് ഇത് വന്നേക്കുന്നത്. കണ്ടോ, ഇവിടുത്തെ അതെല്ലാം ആ ഒരു വൈബിലുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ കാണിച്ചു തരാം. കർട്ടൺ അങ്ങോട്ട് മാറ്റിക്കഴിഞ്ഞാൽ നോക്ക്, ഇതാണ് നമുക്ക് നമ്മുടെ റൂമിൽ നിന്ന് ഉള്ള വ്യൂ വരുന്നത്. നൈസ് അല്ലേ, അടിപൊളിയല്ലേ. നമുക്കിനി ഏരിയ ചുമ്മാ ഒന്ന് എക്സ്പ്ലോർ ചെയ്ത് നോക്കാം. ചുറ്റിനും മലകളും മൊട്ടക്കുന്നുകളും, ഒരു വലിയ പാറ ഉണ്ട്, മൊട്ടക്കുന്നുകളും അതുപോലെ എന്താ പറയുക, മൊത്തത്തിൽ വൈബായിട്ടുള്ള ഏരിയാസാണ് ഇതിനകത്തുള്ളത്. നമുക്ക് ആക്ച്വലി ഇന്ന് ഉച്ചയൊക്കെ ആയപ്പോഴത്തേക്കും വെതർ മൊത്തത്തിൽ മാറിയായിരുന്നു. ഒരു എന്താ പറയുക, ഒരു മൂടിയ ക്ലൈമറ്റായിരുന്നു. അതുമല്ല, എനിക്കൊരു പണി കിട്ടി. ഞാൻ ഈ അക്കോമഡേഷൻ എടുത്തത് തന്നെ ഇന്നലെ വൈകിട്ട് പാതിരാത്രിക്ക് എടുത്തത്. അപ്പം ഞാൻ അങ്ങനെ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല. അതായത് എന്താണെന്ന് വെച്ചാൽ ഞാൻ വിചാരിച്ചു ബർച്ചസ്കാടനിൻ്റെ തൊട്ടടുത്താണ്. ഇത് ആക്ച്വലി ബർച്ചസ്കാടനിൽ നിന്ന് കുറച്ച് മാറിയിട്ടാണ്. പേര് ഒബർവാവോ അങ്ങനെ എന്തോ ആണ് ഈ സ്ഥലത്തിൻ്റെ പേര്. അതുമല്ല, ഈ ബസ് ഇറങ്ങിയിട്ട് ഞാനിപ്പോൾ കയറുന്ന കുത്തുകയറ്റമില്ലേ, ബസ് ഇറങ്ങിയിട്ട് ഞാനിങ്ങോട്ട് ഇറങ്ങി ഒരു 20 മിനിറ്റ് ബസ് ഇറങ്ങിയിട്ടുണ്ട്. ആ ബർച്ചസ്കാടൻ ബസ് സ്റ്റോപ്പിൽ ഇങ്ങോട്ടേക്കുള്ള ബസ് കിട്ടാൻ തന്നെ 1 മണിക്കൂർ ഇടവിട്ട ഇങ്ങോട്ട് ബസ്സുള്ളൂ. അതുമല്ല, ബസ്സിനകത്ത് ഞാൻ മാത്രമേ ഉള്ളായിരുന്നു. കാറില്ലാതെ ഈ ഏരിയയിലോട്ട് വരാൻ ഭയങ്കര പാടാണ്. പക്ഷേ ലിറ്ററലി പറയുകയാണെങ്കിൽ ഭയങ്കര വിഷ്വൽ ബ്യൂട്ടിയാണ്.
അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഓരോ ഹോം സ്റ്റേകളുണ്ട്. പിന്നെ കുറച്ച് കർഷകരും പിന്നെ ഈ ആൽപ്സിൻ്റെ അടിപൊളിയായിട്ടുള്ള വ്യൂവും അങ്ങനെ ഇങ്ങനെയൊക്കെയാണ് ഇതിനകത്തുള്ളത്. കണ്ടോ, ഞാനിവിടെ ജസ്റ്റ് ഒന്ന് നടന്ന് കാണിച്ച്. എന്തോ അല്ലേ ആ പ്രകൃതിയുടെ ആ ഒരു എന്തോ ബ്യൂട്ടിയാ, അടിപൊളിയാക്കിയിട്ടിട്ടുണ്ട്. ഞാൻ ചുമ്മാ നടക്കുക. ആ ടോപ്പിലൊന്ന് പോയി നോക്കാം, എന്നിട്ട് നമുക്ക് തിരിച്ചു വരാം. ഇപ്പം ആക്ച്വലി ആ ക്യോനങ്സി അവിടെയൊക്കെ പോയ സമയത്ത് എനിക്ക് ഈ നല്ല വെതർ കിട്ടിയില്ല. ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴാണ് ഈ നല്ല വെതർ കിട്ടുന്നത്. എല്ലാം ഹോം സ്റ്റേകളാണെന്ന് തോന്നുന്നു. കുന്നിൻ്റെ മുകളിൽ ഓരോ വീടാക്കി വെച്ചിട്ടുണ്ട്. ഇവിടെ എല്ലാം ഉണ്ട്. അവിടെ എവിടെയാണ് നമ്മൾ താമസിക്കുന്നത്. തന്നെ ഇവിടെ ഞാൻ പറഞ്ഞല്ലോ, ഇവിടെ ഭൂരിഭാഗവും ഹോം സ്റ്റേകളും അങ്ങനെയുള്ള സെറ്റപ്പൊക്കെയാണ്. അതുകൊണ്ട് തന്നെ ഇത് കണ്ടോ, ഇവർ ഈ തരത്തിലാണ് വേലി, അതായത് ഡിവൈഡ് ചെയ്തേക്കുന്നത്. ഇതുപോലെ കണ്ടോ, അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം ഉണ്ട്. ഓരോരുത്തരുടെ സ്ഥലം വെച്ചിട്ട് ഡിവൈഡ് ചെയ്ത് മാറ്റി വെച്ചേക്കുന്നതാണെന്ന് തോന്നുന്നു. പക്ഷേ എന്നാ ബ്യൂട്ടിയല്ലേ, എങ്ങോട്ട് ക്യാമറ വെച്ചാലും അടിപൊളി. എൻ്റെ മോനെ പൊളി. നമുക്കിവിടെയുള്ളൊരു ബെഞ്ചിലിരിക്കാം, ഒന്ന് റിലാക്സ് ചെയ്യാം. പൊളി, എന്നാ ബ്യൂട്ടി അല്ലേ, എൻ്റെ ദൈവമേ പൊളി. ഈവൻ ബർച്ചസ്കാടിൻ്റെ തൊട്ടടുത്ത് വീട് കിട്ടിയിരുന്നെങ്കിലും എനിക്ക് വൈബ് കിട്ടുമായിരുന്നോന്ന് എനിക്ക് അറിയത്തില്ല. പൊളി അല്ലേ, ചുമ്മാ അങ്ങ് നോക്കിയിരിക്കാൻ തോന്നുന്നേ. മുന്നോട്ട് നടക്കുമ്പം അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഇതുപോലെ ബെഞ്ചുകൾ പിന്നെ ഇട്ടിട്ടുണ്ട്. അതായത് നല്ല വ്യൂ ഉള്ളിടത്തെല്ലാം നമുക്ക് വന്നിട്ടിരിക്കാം. എന്നെ അടിപൊളിയല്ലേ, നല്ല രസമല്ലേ. ചുമ്മാ വ്യൂവും കണ്ട് ഇങ്ങനെ പോകാം. ചുമ്മാ മെയിൻ റോഡ് വരെയൊക്കെ ഒന്ന് പോയി ചുമ്മാ ഇപ്പോൾ ടൈം 6 മണിയായി, ഈവനിങ് 6 മണിയായിട്ടുണ്ട്. അപ്പോൾ ചുമ്മാ രസമല്ലേ, ചുമ്മാ ഒരു ഈവനിങ് പോക്ക്. അങ്ങനെ നടന്ന് ഞാനിപ്പോൾ മെയിൻ റോഡിൽ കയറിയേക്കുവാണ്. മെയിൻ റോഡ് നൈസല്ലേ, നമ്മുടെ ഒരു മൂന്നാർ റോഡൊക്കെ പോലെ ഉണ്ടല്ലേ. ഇപ്പുറത്തത് പൈൻ ഫോറസ്റ്റ് കാണാം. അവിടെ ബസ് സ്റ്റോപ്പ് ഉണ്ടോ, ആ ബസ് സ്റ്റോപ്പിലാണ് ഞാൻ വന്ന് ഇറങ്ങിയത്. നമുക്ക് ചുമ്മാ അവിടുന്ന് റൈറ്റ് ചുമ്മാ പോയി നടന്നിട്ടൊക്കെ വരാം. ഇതേ ഇവിടെ ഒരു ബൈക്കാരൻ പോകുന്നുണ്ട്. നൈസായിരിക്കും വണ്ടിയൊക്കെ ഓടിച്ച് പോകാനായിട്ട്. നല്ല റോഡും പിന്നെ നല്ല സീനറി അല്ലേ, കണ്ടങ്ങ് പോവാം. ഞാനിപ്പോൾ ഉള്ളത് ഇവിടുത്തെ ബസ് സ്റ്റോപ്പിലാണ്. ആക്ച്വലി ഇതാണ് ഇവിടുത്തെ ഒരു ബസ് സ്റ്റോപ്പ്, തടി വെച്ചാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഈ ബസ് അല്ല, ഈ 848 എന്ന് പറഞ്ഞ ഈ ബസ്സാണ് ബച്ചസ്കാർഡിലോട്ട് പോകുന്നത്. അപ്പോൾ ഞാൻ നോക്കുമായിരുന്നു നാളെ എനിക്ക് തിരിച്ചു പോകണം എപ്പോഴാണ് ബസ്സെന്ന്. ഇത് കണ്ടോ, 10:54 ബസ്സെങ്കിലും എനിക്കിവിടുന്ന് എടുക്കണം, എന്നാലേ എൻ്റെ പരിപാടികളൊക്കെ നടക്കത്തുള്ളൂ. അല്ലെങ്കിൽ 9:39, ഇതിൽ രണ്ടിൽ ഏതെങ്കിലും എനിക്ക് എടുക്കണം. പൊളി, പറന്ന ഇവർ സൈക്കിളിൽ പോകുന്ന ഇവിടെ. നൈസ് അല്ലേ. ഇങ്ങോട്ട് എന്താന്ന് നോക്കാം. എന്നാ വ്യൂ അല്ലേ, നൈസ് വ്യൂ. നല്ല സന്തോഷമുണ്ട്. ഞാൻ നടന്ന് വേറൊരു സ്ഥലത്തെത്തിയിട്ടുണ്ട്. അതായത് ഇവിടെയും കുറേ വീടുകൾ, എല്ലാ വീടുകളും ഒരുമാതിരി ഐഡൻറ്റിക്കൽ ഷേപ്പിലാണ്. അപ്പം
ഇവിടെ വേറൊരു വാലി കാണാൻ പറ്റും. അപ്പോൾ ഈ വാലിയൊക്കെ കണ്ട് പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഏതായാലും നമ്മളിവിടെ താമസിക്കാൻ വന്നതല്ലേ, അപ്പോൾ ഇതിന് ചുറ്റുമുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് കണ്ട് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി വിചാരിക്കുന്നു. നൈസ് വീടുകളൊക്കെ ഇവിടെ കാണാം. എനിക്ക് തോന്നുന്നു ഇവിടം വരെ ഉള്ളൂ റോഡെന്നാണ്. നമുക്ക് ഏതായാലും ആ വാലി ഒന്ന് കണ്ടിട്ട് പോകാം. ഇതാണ് ഇവിടുത്തെ ആ ഒരു വ്യൂ ഉള്ളത്. ഈ റോഡ് അവിടം വരെ. അപ്പോൾ നമുക്ക് ഇതാണ് ഇവിടുത്തെ ആ ഒരു വ്യൂ. നല്ല ഭംഗിയുണ്ടല്ലേ. നമുക്കിനി തിരിച്ച് നമ്മൾ വന്ന വഴി തിരിച്ച് നമ്മളുടെ അങ്ങോട്ടേക്ക് പോവാം. നമ്മളുടെ സ്റ്റേയുടെ അങ്ങോട്ടേക്ക് പോവാം. ഞാനിപ്പം ഇവിടെ വന്നിട്ട് കണ്ടേക്കുന്നത് മൊത്തം ഹോം സ്റ്റേകളും ഹോട്ടൽസുമാണ്. ഇവിടെ ഇത് തന്നെയാണ് മൊത്തം. ഇവരുടെയൊക്കെ എന്താ പറയുന്നത് പീക്ക് ടൈമാണിത്. കാരണം സീസണാണിത്, സമ്മറല്ലേ. മേ ബി അടുത്ത മാസം കൂടെ പകുതിയെങ്കിലും കാണുമായിരിക്കും. പിന്നെ തണുപ്പ് തുടങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നില്ല. ഇവിടെയൊക്കെ ഹെവി സ്നോ ആയിരിക്കും. ആൽപ്സ് മൗണ്ടൻസിൻ്റെ അണ്ടറിൽ വരുന്നതായതുകൊണ്ട് ഇവിടെയൊക്കെ ആയിരിക്കും നല്ല രീതിയിൽ. അപ്പോൾ പിന്നെ ഇവർക്ക് ഹോം സ്റ്റേ ഇവിടെ ഒന്നും ആരും വരാൻ ചാൻസ് ഇല്ല. എന്ത് അടിപൊളിയല്ലേ. ഇവിടെ നടക്കാൻ വേണ്ടി സ്പെഷ്യൽ റോഡൊന്നുമില്ല. നമുക്കിതിലെ കൂടെ തന്നെ നടക്കേണ്ടി വരും. ഒന്ന് സൂക്ഷിച്ച് നടന്നാൽ മതി. കാര്യം വണ്ടികൾ നല്ല ചീറിപ്പാഞ്ഞാണ് വരുന്നത്. അധികം വണ്ടികളില്ലെങ്കിലും വരുന്ന ടൈമിൽ വണ്ടികൾ നല്ല സ്പീഡിലായിരിക്കും വരുന്നത്. നമുക്കിനി ഇവിടുന്ന് താഴേക്ക് ഇറക്കമാണ്. ഈ ഇറക്കം ഇറങ്ങിയാണ് നമ്മൾ നമ്മുടെ സ്റ്റേയുടെ അങ്ങോട്ട് പോകുന്നത്. ഈ ഇറക്കം ഞാൻ നാളെ രാവിലെ കയറണം തിരിച്ച്. എനിക്ക് നാളെ പോകണ്ടല്ലേ. ഇന്നത്തെ എൻ്റെ ഈ ചെറിയ വീഡിയോ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. ഞാൻ തിരിച്ച് റൂമിലേക്ക് പോവുകയാണ്. അത് കഴിഞ്ഞിട്ട് നാളെ രാവിലെ പറ്റുവാണെങ്കിൽ ഞാൻ ഈഗിൾ നെസ്റ്റും അതുപോലെ ഹിൻഡർസിയും റംസാവും ഒക്കെ എക്സ്പ്ലോർ ചെയ്യാൻ ശ്രമിക്കുന്നതാണ്. അതുപോലെ അതിൻ്റെയൊക്കെ വീഡിയോ വരുമ്പം നിങ്ങൾ എന്താണേലും കണ്ട് സപ്പോർട്ട് ചെയ്യണം. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. നല്ല രീതിയിൽ നിങ്ങളുടെ സപ്പോർട്ടില്ലാതെ എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. അപ്പം ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടെ കൊണ്ട് നിർത്തുകയാണ്. ഈ വ്യൂ ഒന്നും കൂടെ കാണിച്ചുകൊണ്ട് ബൈ ബൈ.